ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് എപ്പോഴും മാനസാന്തരത്തിന്റെ ഫലത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. മാനസാന്തരത്തിന് ഈശോ ദൈവം വസിക്കുന്ന സ്ഥലം എപ്പോഴും പരിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമാണ്. പരിശുദ്ധമായ സ്ഥലത്തെ അവന് വസിക്കാനാവുള്ളൂ. അതുകൊണ്ടാണ് അവൻ നിർബന്ധ ബുദ്ധി പിടിക്കും. അശുദ്ധമായ സ്ഥലത്തേക്ക് അവനെ എടുത്തു വെച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, അതിൽ പരം ഒരു നാശം നമുക്ക് ഉണ്ടാവാനില്ല. മാനസാന്തരപ്പെടുക എന്നത് തമ്പുരാന് നിർബന്ധ ബുദ്ധിയുള്ളൊരു കാര്യമാണ്. ഈ മാനസാന്തരം ഇല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. ഈ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കൂദാശയായി വിശുദ്ധ കുമ്പസാരക്കൂടിനെ കർത്താവ് ഒരുക്കുക. എന്തുമാത്രം കഷ്ടപ്പെട്ട് കർത്താവ് ഉണ്ടാക്കി വെച്ച് വന്നാന്നറിയാവോ ഈ കുമ്പസാരക്കൂട്? എന്തുമാത്രം കഷ്ടപ്പെട്ട് പിശാച് ചോദിച്ച വില കൊടുത്ത് മേടിച്ചതാ ഈ കുമ്പസാരക്കൂടെന്ന് പറയുന്നു. ഈ ലോകത്തിലേക്ക് വന്ന അവസാനം വരെ സഹിച്ച്, അവസാനം വരെ അനുസരണയോടെ ജീവിച്ച് അവന്റെ സർവശക്തിയും അവൻ ഒതുക്കി വെച്ചിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ കുമ്പസാരക്കൂട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നീ ഓർത്തു നോക്കണം, തിരിച്ചു തല്ലാൻ കഴിവുണ്ടായിട്ടും തിരിച്ചു തല്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ക്ഷമയുണ്ടാവണം. സർവശക്തനായ തമ്പുരാൻ കർത്താവിനെ വെറും മനുഷ്യനിട്ട് തല്ലി കൊന്നപ്പോ അവൻ പ്രതികരിക്കാതിരുന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് വേണ്ടിയിട്ടാ. അവസാനം വരെ അവന്റെ ശക്തി പ്രകടിപ്പിക്കാതെ ഈ ലോകത്തിൽ അനുസരണയോടെ ജീവിച്ച് മരിച്ചത് ഈ കുമ്പസാരക്കൂട് ഒരുക്കി എന്നെ വീണ്ടും വീണ്ടും സ്വന്തം പുത്രനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ. ഈ കുമ്പസാരക്കൂടിനടുത്തോട്ട് പോകാൻ എൻ്റെ പ്രിയമുള്ളവരെ മടി കാണിക്കല്ലേ. മടി കാണിച്ചാൽ നമ്മുടെ അവസ്ഥ യൂദാസിനെക്കാട്ടിലും കഷ്ടമാകും. നമ്മുടെ അവസ്ഥ യൂദാസിനെക്കാട്ടിലും കഷ്ടമാകും. കാരണം അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായി നമ്മൾ മാറും. വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിലേ നമ്മൾ സ്വർഗത്തിൽ പോവുകയുള്ളൂ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ അപ്പം ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതേ നാവ് കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ അതും കുഴപ്പമാണ്. അതുകൊണ്ട് എപ്പോഴും യോഗ്യതയോടെ ഭക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പെസഹ തിരുനാളിന്റെ അന്ന് കർത്താവ് അപ്പം മുറിച്ച് കൊടുത്തിട്ട് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കൂടുന്നോ അപ്പോഴൊക്കെ ഇത് കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. അത് സ്ഥാപിച്ചിട്ട് കർത്താവ് പറയുന്നതാണ്. ഇത് സ്വീകരിക്കുവാൻ വേണ്ടി, ഇത് ഉള്ളിലേക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് തന്നതാണ്. ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് എന്നും കർത്താവ് പഠിപ്പിക്കുന്നു. പക്ഷേ അതേ നാവ് കൊണ്ട് കർത്താവ് മറ്റൊരു കാര്യം ബൈബിളിൽ എഴുതിപ്പിച്ച് വെക്കും. അത് ഇപ്രകാരമാണ്: ശരീരത്തെ വിവേചിച്ചറിയാതെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മളെ സ്വർഗത്തിലെത്തിക്കാനും നരകത്തിലെത്തിക്കാനുമുള്ള കഴിവ് വിശുദ്ധ കുർബാനയ്ക്കുണ്ട്. ഒരേ സമയം നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ കർത്താവ് തന്നെ പറയുന്നു, ഈ അപ്പം ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. പക്ഷേ ഈ അപ്പം അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ അത് മാത്രം ചെയ്താൽ മതി നമ്മൾ നരകത്തിൽ പോകാൻ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇത് ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കണം. പലപ്പോഴും ചില ആൾക്കാരൊക്കെ വർഷത്തിൽ ഒന്നൊക്കെ കുമ്പസാരിക്കുകയുള്ളൂ. വർഷത്തിൽ ഒന്നൊക്കെ കുമ്പസാരിച്ചിട്ട് യോഗ്യത ഇല്ലാത്തതോട് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല എന്ന് പറയും. എന്തൊരു വലിയ അപകടമാണെന്നറിയോ? എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന ഒരു കൂദാശയായി വിശുദ്ധ കുമ്പസാരം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. അതെന്തിനാണെന്നറിയാവോ? നീ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ യോഗ്യതയോടെ ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഓരോ പ്രാവശ്യവും കഴുകി ശുദ്ധമാക്കാനുള്ള അവസരം കർത്താവ് തരുന്നത് നീ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ യോഗ്യതയോടെ ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഭക്ഷിക്കാതിരിക്കാൻ നമുക്ക് അവകാശമില്ല. അതിനുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
അപ്പം അതുകൊണ്ട് അയോഗ്യതയോടെ ഒരിക്കലും വിശുദ്ധ കുർബാന ഭക്ഷിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? അയോഗ്യതയോടെ വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നതും സാത്താൻ സേവ ചെയ്യുന്നതും ഒരുപോലെയാണ്. നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഈ ലോകത്തിൽ ഇഷ്ടം പോലെ മതങ്ങളുണ്ട്, ഇഷ്ടം പോലെ മതങ്ങൾ. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വിശുദ്ധ വസ്തുക്കൾ എന്നറിയപ്പെടുന്ന കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ സാത്താൻ സേവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിശാചിനെ പ്രസാദിപ്പിക്കുക എന്നതാണ് സാത്താൻ സേവക്കാരുടെ പരിപാടി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വഴിതെറ്റിയ മാലാഹയാണ് പിശാച്. ഒരു മാലാഹ എന്തുമാത്രം കഴിവുണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യനെക്കാട്ടിലും മുകളിലാണ് മാലാഹയുടെ സ്ഥാനം. ബൈബിൾ അങ്ങനെ പറയുന്നത്. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് മാലാഹമാരേക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിച്ചു എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവിനെക്കാട്ടിലും ഒത്തിരി വലിയ കൂടുതലുള്ളതാണ് മാലാഹമാരുടെ കഴിവ്. അതേ മാലാഹ വഴിതെറ്റിയതാണ് ഈ പിശാചെങ്കിൽ അവൻ അസാധ്യമായി പല കാര്യങ്ങളുമില്ല. നമ്മളെക്കാട്ടിലും ഒത്തിരി വലിയ കഴിവുള്ള ആളാണ് ഈ പറയുന്ന മാലാഹ, വഴിതെറ്റിയ മാലാഹയായ പിശാചു. അപ്പം അതുകൊണ്ട് പിശാചിനെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. അത്യാവശ്യം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിനെ അവഹേളിച്ച് സഭയെ അവഹേളിച്ചൊക്കെ പോയാൽ മതി, പിശാച് പ്രസാദിക്കും. പക്ഷെ പിശാച് പ്രസാദിക്കുമെന്നും ചോദിക്കുന്നതൊക്കെ നടപ്പിലാക്കി തരുമെന്നും അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന പ്രവൃത്തി. എന്ന് പറഞ്ഞാൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന, ദൈവാലയത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന എത്ര രൂപ കൊടുത്തും അവർ വാങ്ങും. എന്നിട്ട് അതിനെ എടുത്തു വെച്ച് അവഹേളിക്കുക എന്നതാണ് സാത്താൻ സേവക്കാരുടെ പരിപാടി. അതാണ് ബ്ലാക്ക് മാസ്. അത് പള്ളികളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി അവർക്ക് വിൽക്കുന്ന ആളുകൾ വരെയുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ കാശുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ, അത് അങ്ങനെ വട്ടുപിടിച്ചു പോയിട്ടുള്ള ഒത്തിരിയേറെ ഉദാഹരണങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ സാത്താൻ സേവക്കാർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഈ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോയി അശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് അവഹേളിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്ന ബ്ലാക്ക് മാസിന്റെ പ്രധാനപ്പെട്ട കാര്യം. സെയിം അത് തന്നെയാണ് അയോഗ്യമായ ശരീരത്തിലേക്ക് ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയും. അറിയാതെ നാമും ചെയ്യുന്നത് ബ്ലാക്ക് മാസ് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ പ്രിയമുള്ളവരെ അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കാൻ ഇടയാവരുത്. അയോഗ്യതയോടെ ഭക്ഷിക്കാൻ ഇടയാവരുത് എന്ന് പറഞ്ഞാൽ ഇത് സ്വീകരിക്കാതിരിക്കണമെന്നല്ല അർത്ഥം. മറിച്ച് യോഗ്യത നേടാൻ വേണ്ടി കർത്താവ് ഒരുക്കി തന്ന വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി 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 പോകാനായിട്ട് മനസ്സ് കാണിക്കണം. നമുക്ക് പലപ്പോഴും പിശാച് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ പ്രലോഭനം എന്താണെന്നറിയോ? പാപം നമുക്കില്ല എന്നങ്ങ് തോന്നിപ്പിക്കും, പാപം ഇല്ല എന്ന് തോന്നിപ്പിക്കും. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, കർത്താവ് ഒരിക്കലും കള്ളത്തരം പറയുകയില്ല. ബൈബിളിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് നീതിമാന്മാർ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പാപം ചെയ്യുന്നു. നീതിമാന്മാർ, കർത്താവ് നീതിമാനെന്ന് വിളിക്കുന്ന ആളുകൾ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പാപം ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ നമ്മൾ പാപമില്ല എന്ന് പറയുന്നത് എന്ത് വലിയ മണ്ടത്തരമാണ്. ഇത് പിശാച് നമ്മളുടെ മനസ്സിലേക്ക് തന്നു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെല്ലാ കാര്യവും എന്താ പറയുന്നറിയാവോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊന്നും ഇപ്പൊ പാപമല്ല. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു അതൊക്കെ പാപം. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഒരു പാപമല്ല. നമ്മളെ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒന്നെങ്കിൽ നമ്മളെ കുർബാനയിൽ നിന്ന് അകറ്റി കുർബാന സ്വീകരിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അയോഗ്യതയോടെ സ്വീകരിപ്പിക്കുക. രണ്ടിന്റെ ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ സമീപിക്കേണ്ട ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുക. വലിയ സൂക്ഷ്മതയോടെ നമ്മൾ സമീപിക്കേണ്ടതാണ്. മാലാഖമാർ പോലും ഭയന്ന് വിറച്ച് മാറി നിൽക്കും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ. കാരണം അത് ശരിക്കും ജീവനുള്ള കർത്താവായ മിശിഹായാണ്. ഇത് ഭൗതികമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ട ഇഷ്ടം പോലെ സംഭവങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ അപ്പം വെറും ഒരു അപ്പമല്ല, അത് ശരിക്കും ജീവനുള്ള മിശിഹായാണ്, ജീവനുള്ള ശരീരമാണെന്ന് തെളിയിക്കപ്പെടുന്ന ഇഷ്ടം പോലെ അനുഭവങ്ങൾ, ഇഷ്ടം പോലെ ശാസ്ത്ര സത്യങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന, ഈ അപ്പം മാംസ കഷ്ണങ്ങളായിട്ട് മാറിയത്, അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാം. യുഗരിസ്റ്റിക് മിറക്കിൾസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇഷ്ടം പോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ശരിക്കും ജീവനുള്ള ഒരാളുടെ
ഹൃദയത്തിൻ്റെ പേശികൾ മുറിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ വളരെയേറെ വർഷങ്ങൾ 2000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ഇപ്പോഴും ജീവനുള്ളതായി കാണപ്പെടുന്ന കോശങ്ങളാണ് ഇതെന്ന് തെളിയിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. ആ കർത്താവാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവഹേളനപരമായി പെരുമാറാനിടയാവരുത്. ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് എപ്പോഴും മാനസാന്തരത്തിൻ്റെ ഫലത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. മാനസാന്തരത്തിന് ഈശോ ദൈവം വസിക്കുന്ന സ്ഥലം എപ്പോഴും പരിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമാണ്. പരിശുദ്ധമായ സ്ഥലത്തെ അവന് വസിക്കാനാവുള്ളൂ. അതുകൊണ്ടാണ് അവൻ നിർബന്ധ ബുദ്ധി പിടിക്കും. അശുദ്ധമായ സ്ഥലത്തേക്ക് അവനെ എടുത്തു വെച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ അതിൽ പരം ഒരു നാശം നമുക്കുണ്ടാവാനില്ല. വിശുദ്ധ കുർബാന കർത്താവ് അപ്പം മുറിച്ച് നൽകിയ ശുശ്രൂഷയാണ് ഈ പെസഹ തിരുനാളിൻ്റെ അന്ന് നടക്കുക. പെസഹ തിരുനാളിൻ്റെ സമയത്ത് കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് പെസഹ ആചരണത്തിൽ അപ്പം മുറിച്ച് കൊടുക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ശിഷ്യന്മാരുടെ കാല് കഴുകി ശുദ്ധീകരിക്കും. അപ്പോൾ പത്രോസ്ലിയ പറയും, എൻ്റെ കാല് നീ കഴുകല്ലേ എന്ന് വിളിച്ച് പറയുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയും, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ഞാൻ നിന്നെ പിന്നെ ഒരു കണക്ഷനുമില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, കർത്താവ് നിന്നെ കഴുകി ശുദ്ധീകരിക്കാൻ നീ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ കർത്താവ് നീയും തമ്മിൽ യാതൊരു പങ്കുമില്ല. കർത്താവ് ഇവരുടെ എല്ലാവരുടെയും കാല് കഴുകി ശുദ്ധീകരിക്കുകയാണ്. ഈ ശുദ്ധീകരണത്തിൽ നിന്ന് കൊടുക്കാത്ത ചില വ്യക്തികളുണ്ട്. കർത്താവ് ശുദ്ധീകരിക്കാം എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. പക്ഷെ ഈ പറയുന്ന യൂദാസ് ഒറ്റിക്കൊടുക്കാൻ തീരുമാനം മനസ്സിൽ ഉണ്ടായിട്ട് പോലും അവന് മാനസാന്തരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചതും അവൻ തന്നെയാണ്. സ്വന്തം ശരീരമാണ് ഇത് എന്ന് പറഞ്ഞ് കർത്താവ് മുറിച്ച് ആദ്യമായിട്ട് കൊടുക്കുന്നത് യൂദാസിനാണ്. പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പിശാചാണ്. അത് അവൻ്റെ നാശത്തിനായിരുന്നു. ആ കുർബാന സ്വീകരണം അവൻ്റെ നാശത്തിലേക്കുള്ള പോക്കായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് കഴുകി ശുദ്ധീകരിക്കാൻ നീ ഒന്ന് അനുവദിക്കണം. എപ്പോഴും കർത്താവ് ഇതുപോലൊരു ശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് പരസ്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാമോദീസ സ്വീകരിക്കാനായിട്ട് വരും. യോഹന്നാൻ മാംദാന കർത്താവിനെ കാണുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ കണ്ടാൽ ഉടനെ വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ മാംദാന കൊടുത്ത മാമോദീസയ്ക്ക് ഒരു പേര് വിളിക്കുന്നുണ്ട്, മാനസാന്തരത്തിൻ്റെ മാമോദീസ, അനുതാപത്തിൻ്റെ മാമോദീസ എന്നാണ് ഈ യോഹന്നാൻ മാംദാന. കാരണം ഈശോയെ ലോകത്തിലേക്ക് സ്വീകരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കൊടുക്കുന്ന കാര്യമാണ് മാനസാന്തരത്തിൻ്റെ മാമോദീസ. നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ, മനസ്സിന് അന്തരം ഉണ്ടാവുന്നില്ലെങ്കിൽ, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ പ്രവേശിക്കാനായിട്ട് പോകുന്നത് ആരാണെന്നറിയാവോ? പിശാചാണ്. പിശാച് അത് ഭൗതികമായും ആത്മീയമായും നമ്മളെ നശിപ്പിച്ചു കളയും. ഈ വിശുദ്ധ കുർബാന സ്വീകരണം, അയോഗ്യതയോടെയുള്ള ഈ വിശുദ്ധ കുർബാന സ്വീകരണം ഭൗതികമായും ആത്മീയമായും നമ്മളെ നശിപ്പിച്ചു കളയും. അത് അച്ഛൻ പറയുന്നതല്ല കേട്ടോ, കാശാങ്കോടച്ചൻ പറയുന്ന കാര്യമല്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. എന്താണെന്നറിയാമോ? അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. ഭൗതികമായിട്ട് രോഗങ്ങൾ പോലും ചിലപ്പോഴുണ്ടാകും ഈ വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് തളർവാദ രോഗിയെ കൊണ്ട് വരുമ്പോൾ കർത്താവ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, തളർവാദ രോഗിയോട് കിടക്കയും എടുത്തുകൊണ്ട് പോടാ എന്ന് പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യപുത്രനെ ഈ ലോകത്തിൽ പാപമോചിക്കാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ അവൻ പറഞ്ഞു,
നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ, മാറാ രോഗങ്ങൾ, ത്വക്ക് സംബന്ധമായ രോഗങ്ങളൊക്കെയുള്ള ചില ആളുകൾ, അവരൊക്കെ വന്നിട്ട് ചില ഭയങ്കര ബ്ലോക്കുകളുള്ളവർ, ചില കാര്യങ്ങളൊന്നും നടക്കുകയില്ല, എത്ര പരിശ്രമിച്ചാലും നടക്കത്തില്ലാത്ത ആളുകൾ ചില സമയത്ത് ധ്യാനത്തിനൊക്കെ വന്നിട്ട് നന്നായിട്ടൊന്ന് കരഞ്ഞ് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അവരുടെ സർവ്വ പ്രശ്നങ്ങൾ മാറിപ്പോവുക, സർവ്വ രോഗങ്ങൾ മാറിപ്പോവുക. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ അവൻ കഴുകാൻ വേണ്ടി നീ ഒന്ന് നിന്നു കൊടുക്കണം. കർത്താവ് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പ്രസംഗിക്കുന്നതും ഇത് തന്നെയാണ്. കർത്താവിൻ്റെ പ്രസംഗവും ഇത് തന്നെയാണ്. യോഹന്നാൻ മാർത്താനം പ്രസംഗിച്ചതുപോലെ തന്നെ കർത്താവും പ്രസംഗിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ മുതൽ ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ മാർത്താന ഈശോ വരുന്നത് കാണുമ്പോൾ പറയുന്നത് ഇത് തന്നെ. ഈശോ പ്രസംഗിക്കാൻ തുടങ്ങുന്നതും ഇത് തന്നെ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിന് ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കർത്താവ് ഒരു പ്രാവശ്യം ഇതുപോലെ സങ്കടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് പോലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടല്ല, സഹനങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടല്ല, മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് പോലും മാനസാന്തരം സംഭവിക്കാതിരുന്നപ്പോൾ കർത്താവ് അവരെ ശാസിക്കാൻ തുടങ്ങി. അവരോട് ദേഷ്യപ്പെട്ടു, അവരെ വഴക്ക് പറഞ്ഞു. കർത്താവ് സങ്കടം കൊണ്ടാണ് ചെയ്യുന്നത്. സങ്കടം കൊണ്ട് കൊറാസിൻ നിങ്ങൾക്ക് ദുരിതം, ബെത്സയിദ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും ഒക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അവർ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. ഈ അനുതാപം എന്ന് പറയുന്ന കാര്യം കർത്താവ് എന്തുമാത്രം ആഗ്രഹിക്കുന്ന ഒന്നാണെന്നറിയാവോ? ഒത്തിരി ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമുക്കറിയാമല്ലോ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവനൊന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവമേ മാറിപ്പോവുക. എല്ലാം മറക്കുക. എപ്പോൾ എങ്ങനെ ഇറങ്ങിപ്പോയോ അതേപോലെ തന്നെ സ്വീകരിക്കുകയാണ്. ഒരു കുറവും ഒരു വഴക്കും പറയുന്നില്ല, ഒന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളും നമ്മൾ ഓരോരുത്തരും എത്ര വലിയ പാപം ചെയ്താലും വിശുദ്ധ കുമ്പസാരത്തിലേക്ക് വരുമ്പോൾ കർത്താവ് സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരു ചെറിയ വഴക്കെങ്കിലും അവിടെ വെച്ച് ആരെങ്കിലും പറയാൻ പറ്റുകയില്ല. കാരണം നിന്റെ ദൈവമായ കർത്താവ് അത്രമാത്രം കാരുണ്യവാനും നിന്നെ കാത്തിരിക്കുന്നവനുമാണ്. നീ ഒന്നും മാനസാന്തരപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മാനസാന്തരപ്പെടുന്ന ഒരാളെ കുറിച്ച്, അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് 99 നീതിമാന്മാരെക്കാൾ കൂടുതലായി സ്വർഗം സന്തോഷിക്കും. നമ്മൾ ഒരാളൊന്ന് മാനസാന്തരപ്പെട്ട് കാണാൻ വേണ്ടി തമ്പുരാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാവോ? ഒന്ന് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാവോ? ഈ ഒരു മാനസാന്തരത്തിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. മാനസാന്തരത്തിന്റെ ഫലം, നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടാൽ പല ശിക്ഷകളും നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോവും, പല ദുരിതങ്ങളും നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോവും. നമ്മൾ കാണുന്നുണ്ട് ദാനിയേൽ ഒന്ന് ഒരു മാനസാന്തരം. അദ്ദേഹം ചെയ്ത തെറ്റിനല്ല, ജനം ചെയ്തിട്ടുള്ള തെറ്റിന് കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. ദാനിയേൽ പോയിട്ട്, കാരണം ഇവരെല്ലാവരും പ്രവാസി ജീവിതത്തിലേക്ക് വന്നേക്കുക, എല്ലാവരും അടിമത്തത്തിലായിപ്പോയി. അപ്പോഴാണ് ദാനിയേൽ ജെറമിയ പ്രവാചകന്റെ പ്രവചനം എടുത്തു വെച്ച് വായിക്കുന്നത്, ചുരുളെടുത്തുകൊണ്ട് വെച്ച് വായിക്കുക. ജനം ചെയ്ത അപരാധങ്ങൾക്ക് ശിക്ഷയായി ഇതുപോലെയൊക്കെ സംഭവിക്കും. ദാനിയേൽ പോയി കിടന്ന് ചാക്കൊടുത്ത് ചാരം പൂശി ഉപവാസം കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ പൊറുക്കണേ. ദാനിയേലിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാമത്തെ വാക്യം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ, എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഈ ദാനിയേൽ ഒരാൾ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവൻ്റെ പ്രാർത്ഥന മുഴുവൻ കേൾക്കുകയാണ്.
കർത്താവിൻ്റെ ആ മാനസാന്തരത്തിന് കർത്താവ് ഉത്തരം കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് തിരികെ വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരാളുടെ മാനസാന്തരം കർത്താവിൻ്റെ മനസ്സിൽ എന്തുമാത്രം വലിയ സന്തോഷം ഉളവാക്കുമെന്നറിയോ? എന്തുമാത്രം വലിയ സന്തോഷം. ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ പ്രിയമുള്ളവരെ. ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഒന്ന് കുമ്പസാരിച്ചിട്ട് കർത്താവ് നമ്മുടെ പുറകെ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ പലപ്പോഴും പറയുകയാണ്, എനിക്കിപ്പോൾ അവസരമില്ലല്ലോ, അവസരമുണ്ട്. അവസരം ഇല്ലാതിരിക്കുന്നുമില്ല. നീ ആവശ്യപ്പെട്ടാൽ നിന്നെ ഏതച്ഛനും കുമ്പസാരിപ്പിക്കും. നിന്നെ അച്ഛന്മാർ കുമ്പസാരിപ്പിച്ചിരിക്കും. കാരണം ഒരച്ഛൻ്റെ ഔദാര്യമല്ല പാപങ്ങൾ മോചിക്കുക എന്ന് പറയുന്നത്. ഒരച്ഛൻ്റെ ഔദാര്യമല്ല. തമ്പുരാൻ കർത്താവ് കുരിശിൽ സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പീഡ സഹിച്ച് ഉണ്ടാക്കി വെച്ചതായി കുമ്പസാരക്കോട്. അതുകൊണ്ട് ഒരാളെ നിങ്ങളോട് നോ എന്ന് പറയാൻ അച്ഛന് അവകാശമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. വീണ്ടും നമുക്ക് ഒരു വലിയ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാർപ്പാപ്പ ഒരു വലിയ സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നു. ആ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞിരുന്നു, തൊട്ടടുത്ത് എനിക്ക് കുമ്പസാരിക്കാൻ എപ്പോ അവസരം കിട്ടുമോ അപ്പോൾ ഞാൻ കുമ്പസാരിക്കുമെന്ന് ഉറപ്പോടുകൂടി മാനസാന്തരപ്പെട്ട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ ജീവിക്കണം. മാർപ്പാപ്പ ഒരു വലിയ വലിയ ആഹ്വാനം നടത്തിയതായിരുന്നു. നമുക്കൊന്ന് മാനസാന്തരപ്പെടാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ പാപത്തിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്ന് മാറി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ എന്ന് പറഞ്ഞൊന്ന് മാറി നടക്കാൻ നമ്മൾ തീരുമാനമെടുക്കുന്നുണ്ടോ? അത് മതി കർത്താവിന്. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് അന്തരം വരുത്തുക എന്ന് തന്നെ അർത്ഥം. നമ്മളെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ മനസ്സിനൊന്ന് അന്തരം വരുത്തുവാൻ വേണ്ടി, കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇനി മേലാൽ തെറ്റാതെ നോക്കിക്കൊള്ളാം എന്ന് നമ്മളൊന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടി കർത്താവ് ഏതറ്റം വരെയും പോവും. നമ്മളെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി. കാരണം എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കർത്താവ് ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി പോകും. അതുകൊണ്ട് എന്ത് രീതിയിലും പരിശ്രമിക്കും. ചിലരെ തല്ലി കർത്താവ് മാനസാന്തരപ്പെടുത്തും. ചിലർ തല്ല് കിട്ടിയാലും മാനസാന്തരപ്പെടുകയില്ല. തല്ല് കിട്ടിയാലും ബലം പിടിച്ച് നിൽക്കും. അല്ലെ, തല്ല് കിട്ടി മാനസാന്തരപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഒരു മനുഷ്യനാണ് സാവൂൾ. സാവൂൾ ഒറ്റ അടി, കുതിരപ്പുറത്ത് പോയതാണ്, ഒരൊറ്റ മിന്നൽ അടിച്ചും കിട്ടി താഴെ പോയി. സെക്കൻഡിൽ ആൾ മാനസാന്തരപ്പെട്ടു. സാവൂൾ നേരെ പൗലോസായിട്ട് മാറി. പിന്നെ കർത്താവിന് വേണ്ടി ചാകാൻ വേണ്ടി നടക്കുകയാണ്. ഇതുപോലെ പല ആൾക്കാരുണ്ട്. പഴമക്കാർ മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കണ്ണു തുറന്നാൽ ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. അവരൊക്കെ ഒരു തല്ല് കിട്ടിയപ്പോൾ മനസ്സിലാക്കിയവരാണ്. എനിക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടി തമ്പുരാൻ തന്നെ അവസരമാണെന്ന് മനസ്സിലാക്കിയതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ശാലോം TV ചാനലിൽ ഒരു നൈറ്റ് വിജിൽ കാണാനായിട്ടിടയായി. അപ്പോൾ ഒരു ബ്രദർ സോണി എന്ന് പറയുന്ന ഒരാളുടെ ഷെയറിങ് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ച ഒന്നാണ്. നല്ല ഒന്നാം തരം ഗുണ്ടയായിരുന്നു. കയ്യിലില്ലാത്ത വൃത്തികേടുകളൊന്നുമില്ലായിരുന്നു. സർവ്വ വൃത്തികേടുകളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അമ്മ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ അമ്മയുടെ നിലവിളിയും പ്രാർത്ഥനയും കാണുമ്പോൾ ഈ മനുഷ്യൻ കളിയാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഇല്ലാത്ത വൃത്തികേടുകളും മൊത്തം സകല വൃത്തികേടുകളും. അദ്ദേഹം തന്നെ പറയുന്ന കാര്യം ഇതാണ്: ബന്ധുക്കളൊക്കെ വീട്ടിൽ കല്യാണത്തിനൊക്കെ വിളിക്കാനായിട്ട് വന്നാൽ ദയവ് ചെയ്ത് അവനെയും കൊണ്ട് വരല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വന്നാലും പുറപ്പാ. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത് വെറുതെ അവിടെ ഇരുന്ന രൂപത്തിൻ്റെ മുമ്പിലോട്ടൊന്ന് പോയി ഒന്ന് പാളി നോക്കിയതാണ്. തലക്കെട്ട് ഒറ്റ അടി കിട്ടുന്ന പോലായിരുന്നു പറഞ്ഞത്. തലക്കെട്ട് ഒറ്റ അടി, മുണ്ട് പോലും പറഞ്ഞു പോയി. അവിടെ കിടന്നു 3 മണിക്കൂറോളം സമയം. തിരിച്ചെഴുന്നേറ്റത് ഒരു ബ്രദറായിട്ടാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ബ്രദറായിട്ടാണ്. കർത്താവിന് വേണ്ടി ചാകാൻ റെഡിയായിട്ട് നടക്കുന്ന ഒരു ബ്രദറായിട്ടാണ് തിരിച്ചെഴുന്നേറ്റത്. പിന്നെ ധ്യാനങ്ങൾ കൂടി ആള് നല്ല ഒന്നാം തരം മനുഷ്യനായി തമ്പുരാന് വേണ്ടി ചാകാൻ നടക്കുന്ന ആളായിട്ട് മാറി. ഒറ്റ തല്ല്. തമ്പുരാന് തല്ല് മേടിക്കുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഒറ്റ എണ്ണത്തിൽ നമ്മൾ ശരിയാകും. ഒറ്റ എണ്ണത്തിൽ. അത് പക്ഷെ അവസാന സെക്കൻഡിൽ തെരുവുള്ളൂന്നേ ഉള്ളൂ. ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്ഷമിച്ച് ഒരു നിവൃത്തിയില്ലാതെ വന്നാലേ ആ തല്ല് കിട്ടുകയുള്ളൂ. നമ്മൾ ആ തല്ലിന് വേണ്ടി കാത്തിരിക്കണ്ട. നമ്മൾ കാത്തിരിക്കണം. ഇത് ഭീഷണിയൊന്നുമല്ല, തമ്പുരാന്റെ സ്നേഹത്തോടെയുള്ള ഒരു തല്ല. അത് മനുഷ്യൻ തല്ലുന്ന ഒരു തല്ല് പോലൊന്നുമല്ല. ഒരൊറ്റ തല്ലിന് ആള് പടച്ചു കിട്ടി താഴെ വീഴും. എന്നെ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുക എന്നത് തമ്പുരാന് നിർബന്ധ ബുദ്ധിയുള്ളൊരു കാര്യമാണ്.
ഈ മാനസാന്തരം ഇല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. ഈ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കൂദാശയായി വിശുദ്ധ കുമ്പസാര കൂടിനെ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ട് കർത്താവ് ഉണ്ടാക്കി വെച്ച് ഒന്നാണെന്നറിയാവോ ഈ കുമ്പസാര കൂട്? എന്തുമാത്രം കഷ്ടപ്പെട്ട് പിശാച് ചോദിച്ച വില കൊടുത്ത് മേടിച്ചതാ ഈ കുമ്പസാര കൂടെന്ന് പറയുന്നു. ഈ ലോകത്തിലേക്ക് വന്ന അവസാനം വരെ സഹിച്ച്, അവസാനം വരെ അനുസരണയോടെ ജീവിച്ച് അവൻ്റെ സർവശക്തിയും അവൻ ഒതുക്കി വെച്ചിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ കുമ്പസാരക്കൂട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നീ ഓർത്തു നോക്കണം, തിരിച്ചു തല്ലാൻ കഴിവുണ്ടായിട്ടും തിരിച്ചു തല്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ക്ഷമയുണ്ടാവണം. സർവശക്തനായ തമ്പുരാൻ കർത്താവിനെ വെറും മനുഷ്യനിട്ട് തല്ലി കൊന്നപ്പോ അവൻ പ്രതികരിക്കാതിരുന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് വേണ്ടിയിട്ടാ. അവസാനം വരെ അവന്റെ ശക്തി പ്രകടിപ്പിക്കാതെ ഈ ലോകത്തിൽ അനുസരണയോടെ ജീവിച്ച് മരിച്ചത് ഈ കുമ്പസാരക്കൂട് ഒരുക്കി എന്നെ വീണ്ടും വീണ്ടും സ്വന്തം പുത്രനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ. ഈ കുമ്പസാരക്കൂടിനടുത്തോട്ട് പോകാൻ എൻ്റെ പ്രിയമുള്ളവരെ മടി കാണിക്കല്ലേ. മടി കാണിച്ചാൽ നമ്മുടെ അവസ്ഥ യൂദാസിനെക്കാട്ടിലും കഷ്ടമാകും. നമ്മുടെ അവസ്ഥ യൂദാസിനെക്കാട്ടിലും കഷ്ടമാകും. കാരണം അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായി നമ്മൾ മാറും. വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിലേ നമ്മൾ സ്വർഗത്തിൽ പോവുകയുള്ളൂ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ അപ്പം ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതേ നാവ് കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ അതും കുഴപ്പമാണ്. അതുകൊണ്ട് എപ്പോഴും യോഗ്യതയോടെ ഭക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള അവസരമാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. അതിലേക്ക് ഓടി അണയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പിശാച് എപ്പോഴും നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന കാര്യമാണ് കുമ്പസാരക്കൂടിനടുത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനം. അങ്ങോട്ടേക്ക് നമ്മളെ വിടില്ല. കാരണം നമ്മൾ അവിടെ പോയി ഏറ്റു പറഞ്ഞാൽ ഇത്രയും കാലം പിശാച് കഷ്ടപ്പെട്ടതും മുഴുവൻ വെറുതെ ആയി പോകും. നമ്മളൊരൊറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിൻ്റെ പുത്രരായിട്ട് മാറും. ഒറ്റ സെക്കൻഡ് കൊണ്ട്. അതുവരെ പിശാചിന് നമ്മളെ കൊണ്ടുപോകാനുള്ള ചാൻസാണ്. പക്ഷേ നമ്മളൊന്ന് പാപമോചനം നേടുമ്പോൾ, ഒന്ന് പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ധൂർത്തുപുത്രനെ തിരിച്ചെടുത്തതുപോലെ നമ്മളെ കർത്താവ് തിരിച്ചു പിടിക്കുക. സഹിക്കുകയല്ലോ എൻ്റെ പ്രിയമുള്ളവരെ പിശാചിന്. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും നമ്മളെ കുമ്പസാരക്കൂടിനടുത്തു നിന്ന് മാറ്റാനായിട്ടുള്ള പ്രലോഭനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുമ്പസാരത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. കുമ്പസാരത്തെക്കുറിച്ച് ഈ സിനിമയ്ക്കകത്തൊക്കെ ഈ കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വൾഗറായിട്ടൊക്കെ കാണിക്കുക, അതല്ലെങ്കിൽ അതിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കുമ്പസാരിക്കാതിരിക്കുമെന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുമ്പസാരം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആളുകൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി വന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ്. കാരണം ഇത് തമ്പുരാൻ കർത്താവ് സ്ഥാപിച്ചു വന്ന, അതിനെ മാറ്റാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. തമ്പുരാൻ അതിലേക്ക് നമ്മളെ ആകർഷിക്കുമ്പോൾ ഓടിപ്പോകാനായിട്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ബാക്കിയൊക്കെ തമ്പുരാൻ നോക്കിക്കോളും. ഒരു കുറ്റപ്പെടുത്തലും കർത്താവ് കുറ്റപ്പെടുത്തുകയില്ല. ഒരു കുറ്റപ്പെടുത്തലും കുമ്പസാരക്കൂട്ടിലേക്ക് വരുവാനായിട്ട് നിനക്കൊരു തടസ്സമാവരുത്. ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. ഒന്നും പേടിക്കണ്ട. കർത്താവ് ഇത്രമാത്രം ഉറപ്പ് നൽകുന്ന വേറൊരു സ്ഥലമില്ല. നീ പറയുന്ന ഒരു പാപം പോലും പുറത്തു പോവാതെ ഒരച്ഛനും ഇല്ലാത്ത കഴിവാത്. ആ കഴിവ് തമ്പുരാൻ കർത്താവ് വെച്ചു കൊടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. 12,000 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഒരൊറ്റ അച്ഛൻ്റെ നാവിൽ നിന്ന് പോലും ഒരു കുമ്പസാരഹസ്യം പോലും പുറത്തു പോവാതെ ഈ കണ്ട കാലം മുഴുവൻ കർത്താവ് കാത്തു സൂക്ഷിച്ചു വെച്ചത് എന്തിനാണെന്നറിയാവോ? നിനക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാ. ഒരച്ഛനും കഴിവില്ല കുമ്പസാരഹസ്യം സൂക്ഷിക്കാൻ. സാധാരണ മനുഷ്യനാ. പക്ഷെ ഇത്രയും ബലഹീനനായ സാധാരണ മനുഷ്യനായ എന്നെ കൊണ്ട് തമ്പുരാൻ കർത്താവ് ഒരു കുമ്പസാരഹസ്യം പോലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും പുറത്തു പോവാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് തമ്പുരാൻ കർത്താവ് അത്രമാത്രം വില കൊടുത്തുണ്ടാക്കിയത് കൊണ്ടാ. എൻ്റെ നാവ് തമ്പുരാൻ കർത്താവ് താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്നത് കൊണ്ടാ. നമ്മൾ മാനസാന്തരപ്പെടണമെന്ന്, പാപങ്ങൾ ഏറ്റുപറയണമെന്ന് കർത്താവ് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. അങ്ങോട്ടേക്ക് കടന്നു പോകുന്നതിൻ്റെ അകത്ത് മടി കാണിക്കല്ലേ. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ കർത്താവ് ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നതും അവൻ്റെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നതും എല്ലാം എൻ്റെ പ്രിയമുള്ളവരെ
കർത്താവ് സ്ലീഹന്മാരുടെ കാല് കഴുകി ശുദ്ധീകരിച്ചതുപോലെ നമ്മളെ ശുദ്ധീകരിക്കാനാ. നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ കുർബാന സ്വീകരിക്കാനാ. അവന് നമ്മുടെ ഉള്ളിൽ യോഗ്യതയോടെ വരാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഉണ്ടാക്കി വെച്ച കുദാശയായിട്ടാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാ. വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് സ്വീകരിക്കുമ്പോൾ അയോഗ്യത നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ കുമ്പസാര കൂടിനെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ കുദാശകളുടെയും കുദാശയാണ് വിശുദ്ധ കുർബാന. എല്ലാ കുദാശകളും ഈ വിശുദ്ധ കുർബാനയ്ക്കുള്ള യോഗ്യത തരാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുദാശകളും ഉള്ളത്. എല്ലാ കുദാശകളും അങ്ങനെ തന്നെയാണ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരുക്കമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റണം. നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കാനായിട്ട് പറ്റണം. പാപമില്ല എന്ന് ദയവ് ചെയ്ത് പറയല്ലേ എൻ്റെ പ്രിയമുള്ളവരെ. അത് പിശാച് വയ്ക്കുന്ന വലിയ കെണിയാ. പാപം നീ ഒന്ന് ഓർത്തിരുന്ന തമ്പുരാന്റെ മുമ്പിലേക്കൊന്ന് പോയി ഇരുന്നിട്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞൊന്ന് കണ്ണടച്ചാൽ മതി. പാപങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റ് കർത്താവ് നമ്മുടെ കയ്യിലോട്ട് എടുത്തു തരും. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിയോ. ഈ ദിവസം നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്ക്. നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിനുള്ള അവസരം നമ്മുടെ പള്ളികളിൽ ഒന്ന് ഒരുക്കാനായിട്ട് നമ്മുടെ ഫൊർണവികാരിച്ചൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കാനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ച നമുക്കറിയാം സഭ മുഴുവൻ പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കണമെന്ന് നമ്മുടെ കർദിനാൾ തിരുമേനി പറഞ്ഞിട്ടുള്ള ദിവസമാണ്. ആചാര്യ പിതാവ് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളിയാഴ്ച ഈ മഹാമാരി മാറിപ്പോകാൻ വേണ്ടി ലോകത്തിന് മുഴുവനും വേണ്ടി നമ്മൾ സീറോ മലബാർ സഭ മുഴുവനുമുള്ള ജനങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അന്ന് ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് മാപ്പ് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. കർത്താവെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവെ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. തമ്പുരാൻ സർവ്വകാര്യങ്ങളും ഏറ്റെടുക്കും. നിന്നെ പുതിയ ആളാക്കി കർത്താവ് മാറ്റും. ഉറപ്പാണ്, നിന്നെ പുതിയ ആളാക്കി മാറ്റും. മാനസാന്തരപ്പെടുവാൻ, പാപങ്ങൾ മോചിക്കുവാൻ ഉള്ള ഈ അവസരങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ കളഞ്ഞു കുളിക്കാതിരിക്കാം. നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ച് വയ്ക്കാം. ഈ തിരുവോസ്തി, ഈ ദിവ്യകാരുണ്യം അത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് തന്നതാണ്. അത് സ്വീകരിച്ചെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. അത് സ്വീകരിക്കാതിരുന്നാൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. ഇത് സ്വീകരിക്കണമെങ്കിൽ യോഗ്യത ഉണ്ടാവണം. യോഗ്യതയില്ലാതെ ഇത് സ്വീകരിച്ചാൽ ആ ഒറ്റ കാരണം മതി നമ്മൾ നരകത്തിൽ പോകാൻ. ഇതിനുള്ള യോഗ്യത തരാനാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. പാപങ്ങളെക്കുറിച്ച് ഓർത്തെടുത്ത് അനുതപിച്ച് ഈ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ പോയി ഒന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ വേണ്ട എന്ന് പറയരുത്. മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മാനസാന്തരപ്പെട്. എന്നോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കുക. കർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞില്ലേ? യോഗ്യത നേടാൻ വേണ്ടി വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കട്ടെ. എല്ലാ പാപങ്ങളും നമ്മൾ തന്നെ ഓർത്തെടുത്താൽ ഒരു പാപവും നമുക്കുണ്ടാവുകയില്ല. കാരണം എല്ലാ പാപത്തിനും നമുക്ക് ന്യായീകരണങ്ങളില്ലേ? എല്ലാ പാപത്തിനും. ഞാനൊരാളോട് ദേഷ്യപ്പെട്ടുവെങ്കിൽ ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടതല്ല, അയാൾ എന്നെ ദേഷ്യപ്പെടാൻ തക്കവിധം ഓരോരോ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടത്. ഞാൻ തന്നെ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്താൽ എനിക്കിതിനെല്ലാത്തിനും ന്യായീകരണമുണ്ട്. വേണ്ട, ഞാൻ ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ് പാപം. അത് തമ്പുരാൻ്റെ മുമ്പിൽ പറയണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചോദിക്കണം. കണ്ണടച്ചു പിടിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ നാളുകളിലെ ജീവിതകഥയൊന്ന് ഓർത്തെടുക്കണം. കർത്താവ് എണ്ണി കാണിച്ചു തരും. അതൊന്ന് പോയി പറഞ്ഞാൽ മതി. തമ്പുരാൻ എല്ലാ പാപങ്ങളും പൊറുക്കും. ഒരെണ്ണം പോലും മിച്ചം വെക്കുകയില്ല. എല്ലാ പാപങ്ങളും കർത്താവ് മായ്ച്ചു കളയും. ബൈബിള് പറയുന്ന കാര്യമാണ്, നിന്റെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയും. ഒരു പാട് പോലും അവശേഷിപ്പിക്കാതെ അവൻ മായ്ച്ചു കളയും. ഇതിൽ കൂടുതൽ എന്ത് ചെയ്തു തരാൻ പറ്റും എൻ്റെ പ്രിയമുള്ളവരെ?
നിന്റെ പാപത്തിന്റെ പേരിൽ നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ നിന്റെ സർവ്വപാപങ്ങളും മായ്ച്ചു കളഞ്ഞ് നിന്നെ വിശുദ്ധനാക്കി മാറ്റാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്ത് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നീ ഒന്നും ചെയ്യേണ്ടത്. നിന്റെ പാപം പരിഹരിക്കാൻ വേണ്ടി നീ വേറെ ഒരു കാര്യം ചെയ്യേണ്ട. ഒന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. തമ്പുരാന് മുമ്പ് കർത്താവെ തെറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തോളൂ. ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുവാൻ, അയോഗ്യതയോടെ സ്വീകരിച്ച് നരകത്തിൽ പോവാതെ യോഗ്യതയോടെ സ്വീകരിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ നമുക്ക് തമ്പുരാൻ അനുഗ്രഹം തരട്ടെ.